ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. ഇതാണ് നാച്ചുറൽ ഷാംപൂ. സാധനം വരുന്നില്ലടി. അത്ര വന്നാൽ പോരാ എനിക്ക്. എനിക്ക് പൊട്ടിക്കണോ ഈ പൂവത്തിക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടല്ലോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ വീടും പറമ്പും വൃത്തിയാക്കലാണ് ഗൈസ്. അപ്പോൾ തമിഴിൽ കണ്ടപ്പോൾ തന്നെ ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ യൂസ് ആക്കാത്തൊരു വീടുണ്ട്, അവിടെ നമ്മൾ പറമ്പ് വൃത്തിയാക്കാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് വെട്ടാൻ വേണ്ടി എടുത്തിരിക്കുന്ന വള്ളിയിലാണെങ്കിൽ നിറയെ റേഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്കത് വെട്ടാൻ തോന്നിയില്ല, അത് കാരണം ഞാനത് മാറ്റിയെടുക്കുകയാണ്. അനിയത്തിയാണെങ്കിൽ അവിടെ പുല്ലുമായിട്ട് മല്ലയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇഷ്ടം പോലെ വീട്ടിൽ റേഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു. ഞാൻ അതും പൊക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഡെയിലി സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്, കാരണം എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടേ. പിന്നെ നമ്മുടെ വീടിൻ്റെ വാതിൽക്കൽ തന്നെ ഒരു മതിലാണുള്ളത്, അതിൻ്റെ അപ്പുറത്തുള്ളതും സ്കൂളാണ് കേട്ടോ. അവിടുത്തെ സ്കൂളിലെ കുട്ടികളാണെങ്കിലും നമ്മുടെ വീട്ടിലെ റേഷൻ ഫ്രൂട്ട് എടുക്കാൻ വേണ്ടി വരാറുണ്ട്. ഇത്രയും വളർന്ന് പന്തലിച്ചിട്ടുള്ള റേഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി ഏതായാലും വെട്ടിക്കളയാൻ തോന്നാത്തതുകൊണ്ട് അത് പടർന്ന് പന്തലിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ സൂക്ഷിച്ചും കണ്ട് ഞാൻ വേറെയുള്ള മരങ്ങൾ മാത്രമാണ് കേട്ടോ വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അച്ഛന് വന്നിട്ട് ഓരോന്നിങ്ങനെ ഹെൽപ്പ് ആക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അച്ഛൻ ഏതായാലും പുറത്തു പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഞാനും എൻ്റെ അനിയത്തിയും കൂടി ചേർന്നിട്ടാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നത്. നമുക്ക് കൂട്ടായിട്ട് നമ്മുടെ വീട്ടിൽ 2 പട്ടിക്കുട്ടികളുണ്ട് കേട്ടോ. അപ്പോൾ ആറ്റുങ്ങൾ നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഒന്നിൻ്റെ പേരെന്ന് പറയുന്നത് പൊന്നൂസാണ് കേട്ടോ. അത് ഈ വാലാട്ടി കാണിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ നാടൻ പട്ടിക്കുട്ടിയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ പറമ്പിൻ്റെ കോലെന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇത് കണ്ടോ, ഇത് ഞാൻ വയനാട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് പോയ സമയത്ത് ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ നിന്ന് പൊക്കിക്കൊണ്ട് പോകുന്നതാണ്. ഞാനിവിടെ നിന്നിരുന്ന സമയത്ത് ഇത്രയും പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇത് ഫ്ലവർ ആയിട്ട് ഞാൻ കാണുന്നത് തന്നെ. പക്ഷേ കണ്ടപ്പോൾ നല്ല സന്തോഷമായി. പിന്നെ ഇത് നമ്മുടെ വീട്ടിലെ പപ്പരങ്ങ, ഇത് നട്ടതൊന്നുമല്ല, തന്നെ പിടിച്ചതാണ് കേട്ടോ. പിന്നെ പപ്പരങ്ങ ഒന്നും വെട്ടുന്നില്ല, ഈ ആവശ്യമില്ലാത്ത കുറച്ച് കേടും പെടലുകളുണ്ട്, അത് മാത്രമേ വെട്ടുന്നുള്ളൂ. പിന്നെ അക്കേഷ്യൻ്റെ മരം ഇഷ്ടം പോലെ ഇതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ താഴത്താണെങ്കിലും മണലൊക്കെ അല്ലേ, അപ്പോൾ ഇഷ്ടം പോലെ കച്ചറ ഇങ്ങനെ ആയിട്ടുണ്ട്. അതും നമ്മൾ അടിച്ചു വാരി വൃത്തിയാക്കണം. അപ്പോൾ അനിയത്തിയാണെങ്കിൽ പുല്ലൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പൊന്നു ആണെങ്കിൽ കളിക്കാനെന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അനിയത്തിയാണെങ്കിൽ സകല ശക്തി എടുത്തിട്ട് വലിച്ചിട്ടും അത് വരുന്നില്ല, അത്രയും നല്ല ഉറപ്പോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് 1 വർഷത്തിന് മേലെ ആയിട്ടുണ്ടാവും എന്ന് തോന്നുന്നത്. ആ 1 വർഷത്തിന് മേലെ പിടിച്ചിട്ടുള്ള കച്ചറകളാണ് കേട്ടോ ഈ കാണുന്നത് മൊത്തം. വീഡിയോ പണ്ട് മുതലേ കാണുന്നവർക്ക് മനസ്സിലാവും, ഈ ബിയർ ബോട്ടിൽ ശേഖരണം പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്നുകൊണ്ടിരുന്നതാണ് കേട്ടോ. പണ്ട് ഞാൻ ഈ ബീച്ചിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഇഷ്ടം പോലെ ബിയർ ബോട്ടിൽസ് ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തുകൊണ്ട് പോരും കേട്ടോ, ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിത് വർഷങ്ങൾക്ക് മുമ്പ് യൂസ് ആക്കിയിരുന്ന എൻ്റെ സ്റ്റാൻഡാണ് ഗൈസ്. ഇത്രയും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്റ്റാൻഡ് നിങ്ങൾ മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. പിന്നെ അതേപോലെ അവിടെ നിന്ന് ഞാനിത് നന്നാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ചെടി എൻ്റെ കയ്യിൽ പറഞ്ഞു പോയി ഗൈസ്. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി. ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലും കുത്തി വെക്കണം, കാരണം ഇത് നിറച്ച് പൂക്കളുണ്ടായിരുന്നു. എനിക്കെന്തോ കണ്ടപ്പോൾ പെട്ടെന്ന് സങ്കടമായി. പിന്നെ അതൊക്കെ സങ്കടമൊക്കെ മാറ്റി വെച്ചിട്ട് ഞങ്ങൾ നേരെ അടിച്ച് വരാനായിട്ട് നിൽക്കുന്നത്. കുറച്ച് പോർഷൻസൊക്കെ ജസ്റ്റ് ഒന്ന് അടിച്ച് വരിട്ടാം. ടൂല് നോക്കിയിട്ട് ഒന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ, അത് കാരണം ഞാൻ എൻ്റെ പരിപാടി തീർക്കുന്നത് ചവറ് വരണ്ടി യൂസ് ആക്കിയിട്ടാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ചവറ് കിടക്കുന്ന സമയത്ത് നമ്മൾ അടിച്ചു വരാൻ നിന്ന് കഴിഞ്ഞാൽ അതിനേ നേരം ഉണ്ടാവുള്ളൂ, കാരണം ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാനുള്ളതാണ്. ഭക്ഷണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ ഇവിടുന്ന് കഴിക്കാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയത്തില്ല, കാരണം അത്രയും ചവറല്ലേ. അപ്പോൾ അത്യാവശ്യം നമ്മൾ ചവറ് വരണ്ടി യൂസ് ആക്കിയിട്ടാണ് കേട്ടോ നമ്മളിത് ഇത്രയും കച്ചറ ഇവിടുന്ന് ഒഴിവാക്കണത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ മുഴുവനും തോടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം വെള്ളം ഭയങ്കരമായിട്ട് വറ്റിയിരിക്കുന്ന കാരണം നമ്മൾ അങ്ങോട്ട് കളയാമെന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കളയാൻ വേറെ ഇല്ല, പിന്നെ അല്ലെങ്കിൽ കത്തിച്ച് കളയേണ്ടി വരും. ഈ ചപ്പും ചവറ് ഏതായാലും അവിടെ ഇട്ട് മൂടുന്നതാണ് നല്ലതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓരോ ഭാഗം ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് അതിന് ശേഷം നമ്മളത് തോട്ടിലാണ് കേട്ടോ കൊണ്ട് കളയുന്നത്. അനിയത്തി അപ്പുറത്തെ സ്ഥലത്ത് നിന്നിട്ട് വൃത്തിയാക്കുന്നുണ്ട്. ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് ക്ഷീണം ഉണ്ടായിട്ടാണ്. PGD ഉള്ളത് കൊണ്ട് തന്നെയാണ് കുറച്ച് ജോലി ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ക്ഷീണമാണ്. എല്ലാവരും പറയുന്നത് മടി കൊണ്ടാണെന്നുള്ളതാണ്.
പക്ഷെ മടിയല്ല ഗൈസ്, എനിക്കെന്തോ ഭയങ്കര ക്ഷീണമാണ്. പക്ഷെ എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം റെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ അലക്കുന്ന കല്ലിൻ്റെ പൊക്കത്ത് ഇരിക്കുകയാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ ഞാൻ മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നൊരു സാധനമാണ് ഇത് ഈ കാണുന്ന കരിവേപ്പിൻ്റെ. കാരണം അവിടെ കിട്ടാൻ പോലും ഇല്ല. നമ്മൾ കടയിൽ നിന്ന് കാശ് കൊടുത്തിട്ടാണ് മേടിക്കാറുള്ളത് കേട്ടോ. ഇവിടുത്തെ ഈ പറമ്പിലാണെങ്കിൽ എൻ്റെ പൊന്നമ്മച്ചി ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നിപ്പോവും. കാരണം ഇത് നമ്മൾ നട്ടതൊന്നുമല്ല, വെറുതെ ആവശ്യമില്ല. അത് കുറേ ഇങ്ങനെ കിളിർത്തിട്ടുണ്ട്. കുറേയൊക്കെ ഞാൻ പറിച്ച് ഒഴിവാക്കിയിട്ടാണ്. പിന്നെ നല്ല വലിയ മരങ്ങളൊക്കെ ആയിട്ട് പിടിച്ചിട്ടുമുണ്ട്. കണ്ട ഇത്ര തോനം കറിവേപ്പിൻ്റെലാണ്. ഇത് മൊത്തം ഇവിടുന്ന് കളയാനുള്ളതാണ് കേട്ടോ. പിന്നെ പണ്ട് യൂസ് ആക്കിയിട്ടുള്ള തെർമോക്കോൾ കൊണ്ടുള്ള വെള്ളമാണ്. നിങ്ങൾ പഴയ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഞാൻ ട്യൂഷൻ ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് പോയിക്കൊണ്ട് വന്ന മുല്ലപ്പൂവാണ് കേസ്. അവിടെ ഒരു പൂ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അനിയത്തിൻ്റെ കയ്യിൽ നിന്ന് ചൂല് മേടിച്ചിട്ട് ഞാൻ അടിച്ചു വരാണ്. അപ്പോൾ അവൾ ചവറുകാരൻ്റെ യൂസ് ആക്കിയിട്ട് അടിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ. ഇത്രയും പോർഷൻസ് നമ്മളിത് കവർ ചെയ്ത് അടിച്ചു വരുന്നതാണ്. അനിയത്തി അവിടെ തെങ്ങുതടത്തിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഗൈസ്. തെങ്ങുതട ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? അത് ഫുള്ളും കുപ്പി വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. സംഭവം സെറ്റാണ്. നമ്മൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ നമ്മൾ ബോട്ടിൽസൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ പണ്ട് എനിക്കിങ്ങനെ ആർട്ട് വർക്ക് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അതുകൊണ്ട് ഞാൻ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ബോട്ടിൽസ് വീട്ടിലിരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും അതുപോലെ ആക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സാധനം ഞാൻ പറിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കറുവാപ്പാട്ടൻ്റെ ആണെന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കറിവേപ്പിൻ്റെലും കൂടി പറിച്ച് കളയുന്നുണ്ട് കേട്ടോ. കാരണം കുറേ പിടിച്ചിട്ടും കാര്യമില്ലല്ലോ, എന്തിനാ കുറേ ആയിട്ട്. മലപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിൻ്റെ തൈയും കൂടി ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. നമ്മൾ നന്നാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുള്ള ഒരു അതിഥിയാണ് കേട്ടോ കൊക്ക്. ഇവിടെ ഇഷ്ടം പോലെ കൊക്കും കുളക്കോഴിയൊക്കെ ഉണ്ടാവാറുണ്ട്. കാരണം ഇവിടെ പാടവും അതേപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലും ഫുള്ളും തോട് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മൾ ഈ ഇത്രയും പോർഷൻസാണ് കേട്ടോ വൃത്തിയാക്കിയിട്ടുള്ളത്. പിന്നെ മരങ്ങളൊന്നും നമുക്ക് കട്ട് ചെയ്ത് കളയാനൊന്നും പറ്റത്തൊന്നുമില്ല. കാരണം അത് കുറച്ച് അക്കേഷ്യ ആയാലും പിന്നെ പ്ലാവായാലും മാവായാലും പിന്നെ ചെറിയ ചെറിയ ഔഷധ സസ്യം കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അത് കാരണം നമ്മൾ ഫുള്ള് അങ്ങോട്ട് വൃത്തിയാക്കാൻ തന്നില്ല. കൂടുതൽ കച്ചറുള്ളത് മാത്രം നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ് ബീച്ചിൽ പോയ സമയത്ത് അവിടെ നിന്ന് നമ്മുടെ കൂടെ പോന്നിട്ടുള്ള പട്ടിക്കുട്ടിയാണ് കേട്ടോ അത് ഈ കാണുന്നത്. പിന്നെ നമ്മൾ പണ്ടേ മൃഗസ്നേഹി ആയതുകൊണ്ട് പിന്നെ നമ്മളത് ഒന്നും മിണ്ടിയില്ല. അതവിടെ ജീവിച്ച് പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഈ ബിയർ ബോട്ടിൽ ഇന്നലെ ആയിട്ട് കൊണ്ടുവന്ന കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഇത് വർഷങ്ങൾക്ക് മുമ്പ് എടുത്തു വെച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഈ സാധനം മുകളിൽ കെട്ടിത്തൂക്കിയത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒന്ന് പേടിച്ച് പോയിട്ടോ. ഈ വീട് പണ്ട് യൂസ് ആക്കിക്കൊണ്ടിരുന്ന സമയത്തൊക്കെ ഭയങ്കര അടിപൊളി വൈബായിരുന്നു. കാരണം മുകളിൽ കോവയ്ക്കേൻ്റെ വള്ളി വളർത്തി പിടിച്ചിട്ടും അതേപോലത്തെ കറ്റാവയും കുറേ ഫ്ലവേഴ്സും കുറേ റോസാപ്പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞോണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് 2 സെൽഫിയൊക്കെ എടുത്താണ്. നമ്മുടെ വീട്ടിൽ പണ്ട് ചേനയും ചേമ്പും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ കൃഷി ചെയ്തിട്ടുള്ള സാധനമാണ്. അപ്പം ഞാനത് അച്ഛനോട് കുറച്ച് തരുമോ ചോദിച്ചു. എനിക്ക് ഇപ്പോൾ കിഴങ്ങ് ഐറ്റംസ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അച്ഛനത് പെറുക്കി തരികയാണ് കേട്ടോ. ഞാനാണെങ്കിൽ കിറ്റിൻ്റെ അകത്ത് മേടിച്ച് കൂട്ടുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് അച്ഛന് വിത്തിന് എടുത്ത് വെക്കാനുള്ളതാണ്. നടാൻ വേണ്ടിയിട്ടുള്ളത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. മുളയൊക്കെ ആയത് തന്നെ അതായിട്ട് കണ്ടുപിടിച്ച് താങ്ക് യു. കാണാൻ പറ്റിയ സാധനമില്ലായിരുന്നു. ഇത് ഏത് വർഷമാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരുപാട് വർഷങ്ങളായിട്ടുണ്ടാവും കേട്ടോ. അവിടെ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്ന കുപ്പിയിൽ ആർട്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതെല്ലാം കാണുമ്പോൾ ഒരു സന്തോഷം. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 1:30-2 മണിയൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ നമ്മളിത് മാരിക്കുളം ക്ഷേത്രത്തിൻ്റെ വാതിൽക്കലുള്ള കാഴ്ചയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ വരുന്ന സമയത്ത് മസ്റ്റായിട്ട് ഇവിടെ വന്ന് കാണണം. പിന്നെ നമ്മൾ നല്ല ക്ഷീണമുള്ളത് കാരണം നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും ഐസ്ക്രീം എന്തെങ്കിലും മേടിക്കാം കഴിക്കാം എന്നൊക്കെ വിചാരിച്ചു. കാരണം ഇത്രയും അധ്വാനിച്ചതല്ലേ, അധ്വാനിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്യണമല്ലോ. അങ്ങനെ നമ്മൾ നേരെ കടയിനെ ലക്ഷ്യമാക്കിയിട്ട് നേരെ പോവാണ് കേട്ടോ. ചേട്ടാ 10ന്റെ 4 ഐസ്ക്രീം. ഞാൻ അവിടെ സ്കൂട്ടിയും കൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ ഇവൾ 10ന്റെ 4 ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ട് ഓർഡർ കൊടുത്തിട്ട് ഇവൾ എന്താണ് 2 ഈ സിബബ് മേടിച്ചതെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അവിടെ നിന്ന് മേലൊക്കെ കഴുകിയിട്ട് വൈകുന്നേരം സമയമായപ്പോൾ ഞങ്ങൾ നേരെ
അമ്പലത്തിലേക്ക് പോയിട്ട് മിക്ക ദിവസങ്ങളിൽ ഞങ്ങൾ അമ്പലത്തിൽ പോകാറുണ്ട്. വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അവിടെ ഞാനും അനിയത്തിയും കുട്ടികളും